95 kg ഉണ്ടായിരുന്ന ഞാൻ ഇപ്പോൾ ഉള്ള ഈ ഒരു 73 റേഞ്ചിലോട്ട് എത്താൻ കാരണം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിലുള്ള വർക്കൗട്ടും അതുപോലെ ഡയറ്റും ആണ്. ഇപ്പൊ നമ്മൾ യൂട്യൂബ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് ഈ ഒരു ഡ്രിങ്ക് കുടിച്ച് 10 കിലോ കുറക്കാം, അല്ലെങ്കിൽ ഈ ഒരു പാനീയം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാസം കൊണ്ട് അത്ഭുതകരമായ മാറ്റങ്ങൾ കാണാം. ഇത്തരത്തിലുള്ള കുറെ വീഡിയോസ് യൂട്യൂബിൽ ഇപ്പം അവൈലബിൾ ആണ്. നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് കണ്ട് ഇതുപോലുള്ള ഡ്രിങ്കുകളൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ബോഡിയിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. എങ്ങനെയാണ് നമ്മുടെ വെയിറ്റ് കുറയുക? ബേസിക് ആയിട്ടുള്ള ഈ ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആ വക കാര്യങ്ങളോട്ട് ഒന്നും തന്നെ ചെല്ലില്ല. നോർമലി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ്റെനൻസ് കാലറി എന്താണ്? മെയിൻ്റെനൻസ് കാലറി നമ്മൾ എത്ര ഫുഡ് കഴിച്ചാലാണ് നമ്മുടെ വെയിറ്റ് കൂടാണ്ടും കുറയാണ്ടും നിൽക്കുന്നത്, അതാണ് മെയിൻ്റെനൻസ് കാലറി. അപ്പോൾ ഈ മെയിൻ്റെനൻസ് കാലറിക്ക് താഴെയാണ് നിങ്ങൾ ഡെയിലി ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഡെയിലി ഫുഡ് കഴിക്കുന്നതെങ്കിൽ നോർമലി നമ്മുടെ വെയിറ്റ് കുറയും. ഇനി മെയിൻ്റെനൻസ് കാലറിക്ക് മുകളിലാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റ് കൂടും. ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റ് കൂട്ടാനും പറ്റും, അതുപോലെ കുറക്കാനും പറ്റും. നിങ്ങളുടെ എന്താണോ ടാർഗറ്റ് അതിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് കൃത്യമായിരിക്കാം. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാണ് മാറ്റം വരുത്തേണ്ടത്. നിങ്ങളിപ്പോൾ വണ്ണം കൂട്ടണം എന്ന് പറയുമ്പോൾ വലിച്ചു വാരി ഇങ്ങനെ കഴിക്കാനും അല്ലെങ്കിൽ വണ്ണം കുറക്കാൻ പറയുന്ന സമയത്ത് പട്ടിണി കിടക്കാനും അല്ല പറയുന്നത്. ശരിയായ രീതിയിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ക്രമീകരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഫുഡ് ഇൻടേക്ക്, നിങ്ങളുടെ വർക്ക്ഔട്ട്, നിങ്ങളുടെ സ്ലീപ്പ്, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതല്ലാണ്ട് എളുപ്പ വഴികളായിട്ട് ഇതുപോലുള്ള പാനീയങ്ങൾ കുടിച്ച് വെയിറ്റ് കുറക്കാം, അല്ലെങ്കിൽ കുറച്ച് നടക്കാൻ പോവാം, ബാക്കി കാര്യങ്ങളൊന്നും നോക്കാണ്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും നിങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നില്ല. നിങ്ങളുടെ സമയം വെറുതെ കളയാന്നല്ലാണ്ട്